എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്നലെ പാർലമെൻറ്റിൽ ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് കേരളം ബിൽ പാസ്സാക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു. പാർട്ടിക്ക് അതിനെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. കാരണം ഒരു 2 കൊല്ലം മുമ്പേ ഈ ഒരു വിഷയം BJP ഒരുമിച്ച് നമ്മൾ എല്ലാ പ്രവർത്തകരുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഒരു കത്ത് അയച്ചപ്പോൾ ഇത് ഇത്ര വേഗം നടക്കും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നടന്നു. അത് മാത്രമല്ല, പാർലമെൻറ്റിൽ അത് വന്ന് ഹോം മിനിസ്റ്റർ വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കി. അപ്പോൾ അതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ കൾച്ചറൽ, സോഷ്യൽ, സാംസ്കാരിക, സാഹിത്യകാർ, സാധാരണ മലയാളികൾ എല്ലാവരും ഇതിനെ വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, ആഘോഷിക്കുന്നു. ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം മാത്രമല്ല, ഒരു അഭിമാനമുണ്ട്. ഇത് ഞങ്ങൾ ഈ ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു മൈൽ സ്റ്റോൺ, ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ LDFും UDFിൻ്റെ MPമാർ ഉണ്ടായിരുന്നില്ല, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ കേരളം ബിൽ, ഇതിലൊരു രാഷ്ട്രീയമില്ല, ഇത് നാടിൻ്റെയും നാട്ടുകാരുടെ ആവശ്യമായ ഒരു ബില്ലാണ്. എന്നിട്ടും കോൺഗ്രസിനും CPMനും പിന്തുണയ്ക്കാനോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യമോ ഒരു മോട്ടിവേഷൻ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല. അതേസമയം മദനിനെ കുറിച്ച് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം ചെയ്യും. SIR റിവിഷൻ, ഡെമോക്രസിയും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതിനെക്കുറിച്ച് ഒരുമിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കാൻ ഒരുമിച്ച് അവർ പ്രവർത്തിക്കും. ഈ രണ്ട് പാർട്ടിയും ഇവരുടെ ചരിത്രം ശരിക്കും നമ്മൾ പരിശോധിക്കല്ല, മനസ്സിലാക്കണം. നാട്ടുകാരുടെ വിഷയങ്ങൾ, നാടിനെ നന്നാക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ വരെ ചർച്ചാ വിഷയമാവുമ്പോൾ അതിനൊന്നും പിന്തുണയ്ക്കാൻ ഇവർ ഉണ്ടാവില്ല. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു ബിൽ വരുമ്പോൾ, വഖഫ് അമെൻമെൻറ്റ് ആക്ട് വരുമ്പോൾ ഒരുമിച്ച് അവർ രാഷ്ട്രീയം ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്, രാഷ്ട്രീയം നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവണം. വിവാദങ്ങൾ മാത്രം, പവർ പോളിറ്റിക്സ് ചെയ്യുന്ന രാഷ്ട്രീയം മാത്രം ചെയ്ത് നടക്കുന്ന ഈ 2 പൊളിറ്റിക്കൽ പാർട്ടീസിനെ എക്സ്പോസ് ചെയ്യാൻ. ഇതുമാത്രമല്ല, ഇവിടെ യുവാക്കളുടെ സമരം, 2 പേരും ഒരുമിച്ച് സമരം ചെയ്യുന്നു. പക്ഷെ അവിടെ PSC, നമ്മുടെ നാട്ടിൽ നടക്കുന്ന PSC സമരം, എത്ര കൊല്ലമായിട്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നം, അതിനൊന്നും പരിഹരിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് 2 പാർട്ടിക്കും സമയമില്ല, താല്പര്യമില്ല. അപ്പോൾ ഇന്നലെ ഒരു നല്ല ദിവസമായത്, എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കേണ്ട ഒരു ബില്ലായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ നാട് കേരളത്തിൻ്റെ പേര് കേരളം ആക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു,
ഇതിലൊരു പോളിറ്റിക്സും ഇല്ല. UDF, LDF, NDM എല്ലാം ഒരുമിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഈ പേര് മാറ്റുന്ന ഒരു നിയമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടത് അവരെ പഴയ പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയം ഇന്നലെ കണ്ടു. ഇതന്നെ അവർ ചെയ്യുന്നു. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ തന്നെ ഈ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ ഈ ലുങ്കിവാല പരാമർശം ഉണ്ടായി. കേരളത്തിനെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയെയും ആകെ അവമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്നൊരു വിമർശനം. BJP അതിനെ എങ്ങനെയാണ്? അല്ല, അത് എന്നെ കുറിച്ച് ജയറാം രമേശും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലുങ്കിവാലയാണെന്ന്. പരാമർശം എന്താണ്? അതാ ജയറാം രമേശ് ഒരു വിഡ്ഢിയാണ് അഭിപ്രായം പറഞ്ഞു. ഞാൻ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? അത് എന്നോടും പറഞ്ഞതല്ലേ. അപ്പം എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ എൻ്റെ മുണ്ടെടുക്കുന്നു, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു. അവരുടെ അഭിപ്രായം. ഇനിയിപ്പോൾ ബ്രിട്ടാസ് ലുങ്കി എല്ലാം മുണ്ടാണെന്നെങ്കിൽ ബ്രിട്ടാസ് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ലുങ്കി എല്ലാം മുണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ മുണ്ടെടുക്കുമ്പോ എന്നെ ലുങ്കി വാല ഞാൻ റേസിസ്റ്റുമായിട്ട് കാണുന്നത്. വിഡ്ഢിത്തരമാണ്, അത്രേ ഉള്ളൂ. പറയുന്ന ആൾക്കാർ വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. ഒരു വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. ജയറാം രമേശും വിഡ്ഢിയായിരുന്നു, ഈ ലുങ്കിവാല പറഞ്ഞ MP വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ആരും എന്തു കഴിക്കുന്നു, എന്തു മുണ്ടെടുക്കുന്നു, ഏത് പജാമ ഇടുന്നതാണ് ചോദ്യം. ഇതാണോ രാഷ്ട്രീയം? എത്രയോ പ്രശ്നങ്ങളില്ലേ നമ്മുടെ നാടിന് മുമ്പിൽ? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയാം, ഇത് നമ്മൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, നമ്മൾ ഈ വിവാദത്തിന്റെ വാല് പിടിച്ച് ഇങ്ങനെ ഓടുന്ന സാഹചര്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു താല്പര്യമില്ല. എന്നോട് ചോദിക്കണം, അത് വേണമെങ്കിൽ വേറെ ആരോട് പോയി ചോദിച്ചോളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ സമയം കളയാൻ ഒരു താല്പര്യമില്ല. ഇനി പറയാം. ഈ വന്ദേമാതരം പൂർണ്ണമായി സ്വാതന്ത്ര്യ ദിനത്തിൽ പാടണമെന്നുള്ളതാണ്. ദക്ഷിണ ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് വന്ദേമാതരം പാടാൻ പോകുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളത് കാണാമെന്നുള്ളതാണ്. അത് പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പാടില്ല. കേന്ദ്ര നിയമം നടപ്പിലാക്കിയപ്പോൾ നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. വന്ദേ മാതരത്തിന്റെ നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. ഇനിയിപ്പോ ആര് ചെയ്യുന്നു നോക്കാം. നാഷണൽ സോങ്, നാഷണൽ ആന്തം പാടാൻ ആർക്കും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്ത്യൻസ് ആണ്, ഭാരതീയരാണ്. അപ്പോ ഈ നാടിന്റെ നാഷണൽ പാട്ടും നാഷണൽ ആന്തം പാടാൻ എന്തിനാണ് വിഷമം? എനിക്ക് ഇതുവരെ ആരും ഒന്നും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. മുസ്ലിം ലീഗിന് ഒരു വിഷമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എന്താണ് വിഷമം? അത് നിങ്ങൾ ചോദിക്കും. ഇന്നലെ രാജ്യസഭയിൽ എല്ലാ ദിവസവും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ദൃക്സാക്ഷി എന്ന നിലയിൽ രാജീവ്ജി പരാമർശിച്ച വിഷയത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ അനുബന്ധമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഈ മൺസൂൺ സെഷൻ ആരംഭിച്ച ദിവസം മുതൽ ഇന്നുവരെ, ഇന്നും ഇപ്പോൾ രാജ്യസഭയിൽ ബഹളം നടക്കുകയാണ്, ലോക്സഭ അഡ്ജേൺ ചെയ്തിരിക്കുകയാണ്. ഗോൾ പോസ്റ്റുകൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് മനഃപൂർവ്വമായി സംഘടിതമായി ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് സ്വീകരിച്ചിരിക്കുന്ന ലൈൻ. അപ്പോൾ ഇന്നലെ രാജീവ്ജി പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ അത്യധികം ആവേശത്തോടെ ലോക്സഭയിൽ മിനിയാന്ന് ബില്ല് പാസ്സായി. പക്ഷേ ആ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് 20 തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരിൽ ഒരാളൊഴിച്ച്, സുരേഷ് ഗോപി ഒഴിച്ച്, ബാക്കി 19 പേരും ചർച്ചയുടെ ഭാഗമാകാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു. രാജ്യസഭയിലും സാമാന്യമായി ഈ നിലപാടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ചർച്ച തുടങ്ങുന്ന 2 ബില്ലുകളാണ് ഇന്നലെ രാജ്യസഭ ചർച്ചക്കെടുത്തത് ഉച്ചതിരിഞ്ഞുള്ള ആ സമയത്ത്. രണ്ടാമതായിട്ടാണ് കേരളം എന്ന ബില്ല് വന്നത്. ആദ്യത്തെ ബില്ല് ചർച്ചക്കെടുത്തപ്പോൾ തന്നെ ബഹളം വെച്ച് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാവരും ഇറങ്ങിപ്പോയി. രണ്ടാമത്തേത് കേരളമായതുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്നുള്ള ഒരു 3-4 CPIM CPI MP-മാരും
മുസ്ലിം ലീഗ്, കോൺഗ്രസിൻ്റെ ഓരോ എം പിമാരും ഇടയ്ക്കിടയ്ക്ക് വന്ന് സഭയിൽ വന്നിരിക്കുന്നത് കണ്ടു. ബിൽ അവതരിപ്പിച്ചതിന്, കേരളവുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിച്ചതിന് ശേഷം ചർച്ച തുടങ്ങിയത് ജബി മേത്തറാണ്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ ചർച്ച ആദ്യം അവരാണ് പങ്കെടുത്തത്. രണ്ടാമതാണ് ഞാൻ സംസാരിച്ചത്. ജബി മേത്തർ സംസാരിക്കുമ്പോഴും കേരളമല്ല അവരുടെ പ്രതിപാദ്യ വിഷയം, മറിച്ച് വള്ളത്തോടിനെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ തരത്തിൽ ആ ചർച്ചയെ വഴിതിരിച്ചു വിടാനാണ് അവർ ശ്രമിച്ചത്. അവർ നേരെ വള്ളത്തോളിൽ നിന്ന് വിദ്യാർത്ഥി സമരത്തിലേക്ക് എത്തുന്നു, ജന്തർ മന്ദറിലേക്ക് എത്തുന്നു. ഒരു ബന്ധവുമില്ലാത്ത, ഏറ്റവും ഭാവാത്മകമായി സമീപിക്കേണ്ട ഒരു വിഷയത്തെ അവസാനിച്ച മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി സർക്കാരിനെ താറടിക്കാനുള്ള മനഃപൂർവമായ ശ്രമമാണ് ഉണ്ടായത്. രണ്ടാമത് സംസാരിച്ചത് ഞാനാണ്. ആ ശ്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പം വള്ളത്തോളിൻ്റെ വരി ഉദ്ധരിച്ചു, കേരളം അഭിമാനപൂരിതമാകണം കേരളം എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ തൊട്ടു മുമ്പിൽ പറയുന്നത് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം, കേരളം എന്ന് കേട്ടാൽ ചോര തിളയ്ക്കണം. അപ്പോൾ ഭാരതം എന്ന അഭിമാനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ചോര തിളക്കാൻ. അതാണ് ആശയം. പക്ഷെ അത് വഴിതിരിച്ചുവിട്ട് രാജ്യവിരുദ്ധമായി നടക്കുന്ന എന്തിനേയും ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ ഒരു അധ്യാപകൻ VD സവർക്കറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ചോദ്യം ക്വിസ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിഷയം ഉന്നയിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനെ കുറിച്ച് ഓർത്ത് ചോര തിളക്കണമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായകന്മാരെ അംഗീകരിക്കാതെ എങ്ങനെ സാധിക്കും? വന്ദേമാതര ഗാനം മുഴുവനായി പാടുന്നതിനെ എതിർക്കുന്നവർക്ക് എങ്ങനെയാണ് കേരളത്തെ ഓർത്ത് ചോര തിളക്കാൻ കഴിയുക? ഈ വിഷയം ഉന്നയിച്ചു. അപ്പോഴേക്കും അതിഗംഭീരമായ ബഹളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP മാരിൽ നിന്നുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയത്, കൗതുകമുണർത്തിയ ഒരു കാര്യം, കേരളത്തിൽ UDF ഗവൺമെന്റ് സ്വീകരിച്ച ഒരു ശിക്ഷാ നടപടി, അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള, സസ്പെൻഷൻ ശിക്ഷാ നടപടിയല്ല, അതിലേക്ക് എത്താനുള്ള മാർഗമാണ്. ആ നടപടിയെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗങ്ങളെക്കാൾ ആവേശത്തോടെ ന്യായീകരിക്കാനും ബഹളം വയ്ക്കാനും മുന്നോട്ട് വന്നത് ഈ പറയുന്ന CPIM-ൻ്റെയും CPI-യുടെയും MP മാരാണ്. വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണത്. മറ്റൊന്ന്, ഈ ചർച്ചയെല്ലാം കഴിഞ്ഞ് സാധാരണ നിലയ്ക്ക് രാജീവ്ജി സൂചിപ്പിച്ചത്, ഇവർ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ 2-3 പേരാണ് പങ്കെടുത്തത്, ചർച്ചയിൽ പങ്കെടുത്തു. പക്ഷെ ആ ചർച്ചയെ വഴിതിരിച്ചുവിട്ട് സർക്കാരിനെ കരിതേച്ച് കാണിക്കാൻ വേണ്ടി അവസാനിച്ച ഒരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവർ സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. സാമാന്യമായ ഒരു നിലയ്ക്ക് മര്യാദ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള അവർ വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ, വിമർശിക്കട്ടെ. ആ ചർച്ച കഴിയുന്നതുവരെ സഭയിലിരിക്കാനും ഏകകണ്ഠമായി കേരളത്തിലുള്ള എല്ലാ MP മാരും ഞങ്ങൾ ഈ ബില്ലിനെ സ്വീകരിക്കുന്നു, ഇത് നിയമമാകണം എന്ന് പറഞ്ഞ് ചർച്ച തീർന്ന് ചെയർമാൻ അതിൻ്റെ കൺക്ലൂഷൻ എത്തി അവതരിപ്പിച്ച മന്ത്രി മറുപടി പറഞ്ഞ് വോട്ടിലിടണമെങ്കിൽ വോട്ടിലിടാം. അങ്ങനെയായിരുന്നില്ലേ വേണ്ടത്? പകരം കിട്ടുന്ന അവസരത്തിൽ കയറി വരുന്നു, അവിടെ ബഹളമുണ്ടാക്കുന്നു, രാഷ്ട്രവിരുദ്ധമായ ആശയത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു, ഇറങ്ങിപ്പോകുന്നു. ഈ സമീപനം കേരളത്തോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയാണ് എന്ന് പറയേണ്ടി വരും. ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഇന്നലെ അവിടെ പറയാൻ വിചാരിച്ചതാണ്, സമയം കഴിഞ്ഞുകൊണ്ട് പറഞ്ഞില്ല. മലയാളത്തിൻ്റെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് ഇന്നുവരെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിമിതി നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. തിരൂർ തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിലെ സാഹിത്യകാരന്മാർക്കോ സാംസ്കാരിക നായകന്മാർക്കോ സ്ഥാപനങ്ങൾക്കോ ഗവൺമെൻറ്റിനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതാണ്. പിന്നെ രാജ്യസഭ ലോക്സഭ 2 പാർലമെന്റ് ഇന്ന് തീരുകയാണ്. വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും 10-20ഓളം ബില്ലുകളാണ് പാസ്സാക്കേണ്ടിയിരുന്നത്. ചിലതൊക്കെ പാസ്സാക്കി എടുത്തു.
ഈ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ അവരുന്നയിച്ച വിഷയം ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും ചർച്ച ചെയ്യാൻ സാധിക്കാതെ, സത്യത്തിൽ ഒരു പക്ഷേ പറയുമ്പോൾ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടേക്കും, സാധാരണ നിലയ്ക്ക് ബാലിശമായ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൂക്കി വിളി വരെ രാജ്യസഭയിൽ ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ എന്താണ് അതിൻ്റെ മനഃശാസ്ത്രം? കൂക്കി വിളിയാണ്, കൂവലാണ്, മുദ്രാവാക്യം വിളി പോലുമല്ല. അപ്പോൾ ഈ നിലയിലേക്ക് പ്രതിപക്ഷം തരംതാണ തരത്തിലാണ് സഭയിൽ പെരുമാറിയത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരികയാണ്. ഇതാണ് അനുബന്ധമായിട്ട് സൂചിപ്പിക്കാൻ. കേരളത്തിലെ കടൽത്തീരത്ത് അതായത് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് കുറച്ച് ദിവസമായി തെരച്ചിലിന് ഒരു സംസ്ഥാന മന്ത്രിയെ താങ്കളുടെ സഹായം ആവശ്യപ്പെട്ടു താങ്കളുടെ തിരുവനന്തപുരം പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പോഴും അനാസ തുടരുകയാണ്. ഇതുവരെ കാണാതെ അവരെ കണ്ടുകിട്ടില്ല. ഇതിനില്ല, അവര് കോസ്റ്റ് ഗാർഡും നേവി എല്ലാം ഇവിടെ നിന്ന് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർ സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ വീട്ടിലെല്ലാം സന്ദർശിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞല്ലോ, ഫിഷറീസ് വകുപ്പ് വേണം 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 എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഇന്ന് വരെ അവിടെ വീട്ടിലൊന്നും പോയിട്ട് സന്ദർശിച്ചിട്ടില്ല. അത് അപ്പോൾ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല, ഫിഷറീസ് വകുപ്പിന്റെ മന്ത്രിയോട് ചോദിക്കണം. എന്തിനാണ് പിന്നെ ആ മന്ത്രിസ്ഥാനവും ആ മിനിസ്ട്രി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് എടുത്തത്? ഒരു ഉത്തരവാദിത്വമല്ലേ? അല്ല, ഞാൻ ഒരു പാർട്ടിന്റെ എതിരെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു എലക്ഷൻ ജയിച്ച് ഒരു മന്ത്രിയാവുമ്പോൾ ചില ഉത്തരവാദിത്വം, ചില ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ മന്ത്രിക്ക്? അതെല്ലാം മറന്ന് അതെല്ലാം മാറ്റിവെച്ച് വീർ സവർക്കറും വന്ദേ മാതരം ഒരു ഇഷ്യൂ ആക്കിയിട്ടാണോ മുസ്ലിം ലീഗ് മുമ്പോട്ട് പോകേണ്ടത്? അവര് മന്ത്രിയല്ലേ, അവർ വീട്ടിൽ കയറണ്ടേ, സന്ദർശിക്കണ്ടേ, എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പോകുന്നു ഒന്നും പറയണ്ടേ? ഇതൊന്നും ചെയ്യാണ്ടേ ഫുൾ ടൈം പോളിറ്റിക്സ് ആണ്. അങ്ങനെ ഫുൾ ടൈം പോളിറ്റിക്സ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രിയാവുന്നത്? മന്ത്രി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ബിജെപിയുടെ നേതാവ് തങ്ങളെ സമീപിക്കുന്നത് വിചിത്രമായിട്ടുള്ള കാര്യം എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞത്. അത് പ്രതിപക്ഷ നേതാവിന് കുറെ വിചിത്രമായ കാര്യങ്ങൾ ഇപ്പോ മനസ്സിലാവുന്നുണ്ട്. എക്സാലോജിക് മുതൽ 10 കൊല്ലം നാടിനെ നശിപ്പിച്ചതെല്ലാം വിചിത്ര കാര്യങ്ങളാണ്. അതിൽ ധവളപത്രം അദ്ദേഹം വായിക്കണം. ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു. നാടിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ് ഒന്ന്? അപ്പൊ അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അല്ല, മുൻകാലങ്ങളെല്ലാം വിടുന്നു. നമ്മള് ഈ ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞെന്താ അറിയോ? ഇരുന്ന് പറയണം, മാപ്പ് ചോദിക്കണം. ഈ നാടിന്റെ ഇങ്ങനെ നശിപ്പിച്ച സ്ഥിതി, സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആക്കി വെച്ചത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണോ? ഫോൺ ചെയ്യാവുന്നതാണോ? ഇത് ഇങ്ങനെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ഇതിൽ എന്തിനാണ് പെടുന്നത്? ഇവര് എന്തെങ്കിലും പറയും, അതിന്റെ വാല് പിടിച്ച് നിങ്ങൾ അങ്ങനെ എന്തിനാണ് അതിന് പിന്നെ പോകുന്നത്? 10 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് ഭരിക്കാൻ ഒരു അവസരം കൊടുത്ത വ്യക്തിയാണ് പിണറായി വിജയൻ. എന്താണ് നാടിന്റെ സ്ഥിതി? എന്തൊരു ധവളപത്രം അസംബ്ലിയിൽ CM ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് രഹസ്യമാണ്. എന്ത് രഹസ്യം? പബ്ലിക് ഫൈനാൻസസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫൈനാൻസസ് അല്ലേ, പബ്ലിക്കിന്റെ ഫൈനാൻസസ്. CPM മാത്രമാണ് ഇത് രഹസ്യമായി വെക്കാൻ താല്പര്യം. പബ്ലിക് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഫൈനാൻസ്. അപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ കുറെ ഉണ്ട്. ആ ചർച്ച അദ്ദേഹത്തിന് തുടങ്ങാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അത് നോക്കൂ, ഞാൻ എൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഇങ്ങനെ ഒരു ഫെയിലിയർ ആയ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒപ്പം എനിക്ക് ഒരു ചർച്ച, അദ്ദേഹം എന്ത് വിഷയം ഉന്നയിച്ചാലും എനിക്ക് അതിൽ റെസ്പോൺസ് ചെയ്യാൻ കൊടുക്കാൻ ഒരു താല്പര്യമില്ല. ഈ അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിൽ ഒരുപാട് അഴിമതി നടന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അല്ല, അത് അഴിമതി നടന്നു എല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നും പറഞ്ഞു. മാധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസീൻ്റെ 4th പില്ലർ. മീഡിയ അത് ആരാണെങ്കിലും അതിൻ്റെ മുതലാളി, ഓണർഷിപ്പ്, ഷെയർ ഹോൾഡർ എല്ലാം ഓക്കെ. പക്ഷേ ഒരു മീഡിയ സ്ഥാപനം ക്രിമിനൽ ആക്ടിവിറ്റീസോ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് ആരും ഉപയോഗിക്കാൻ പാടില്ല.
എന്ന് ഒരു ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്, പാർട്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൻ്റെ 100% പരിശോധനയും ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്നാണ് ഞങ്ങളുടെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഒരു സാധാരണ ഒരു കോൺമാൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വഴി അതിൻ്റെ അതൊരു പ്രശ്നമാണ്, അത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷേ ഇത് മീഡിയ ചെയ്യുമ്പോൾ, ഒരു മീഡിയ സ്ഥാപനം ചെയ്യുമ്പോൾ, അത് ക്രിമിനൽ പ്രൊസീഡ്സ് വഴി ആ മീഡിയ സ്ഥാപനം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയല്ല, ഇത് 10-12 മാസം മുമ്പേ ഇത് ആദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അപകടമാണ്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതൊന്നും എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇന്ന് ഞാൻ പ്രിൻസിപ്പളായിട്ട് പറയാണ്, മീഡിയ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസും ആന്റി നാഷണൽ ആക്ടിവിറ്റീസിന്റെ ഒപ്പം ഉണ്ടാവാൻ പാടില്ല. ഇതൊരു നമ്മളെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമല്ലേ. കേന്ദ്ര ഏജൻസികളുടെ പരിശോധന അത് ഞങ്ങൾ ആദ്യം തന്നെ അന്വേഷണം റിക്വസ്റ്റ് ചെയ്തതാണല്ലോ, പണ്ട് തന്നെ. അതിലൊരു പുതിയ ഇതൊന്നുമില്ല. അല്ല, ഈ ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഒരു മാധ്യമ സ്ഥാപനം അത്തരം ശ്രമങ്ങൾ നടത്തരുത്. അപ്പോൾ അത്തരം എന്തെങ്കിലും ഘട്ടത്തിൽ ബിജെപിയുടെ അല്ലെങ്കിൽ ബിജെപി അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ഞാൻ ഒരു കൺക്ലൂഷനിൽ ഞാനൊന്നും എത്തിയിട്ടില്ല, ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ല. എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എനിക്കൊരു ശക്തമായ അഭിപ്രായമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അത് മുമ്പോട്ട് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അതവര് പരിശോധിക്കും. ഞങ്ങൾ അങ്ങനെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ട് പോകാനൊന്നും പോകുന്നില്ല. ഞങ്ങളൊരു പ്രിൻസിപ്പിളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം, ശക്തമായ ആ പ്രിൻസിപ്പിളിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബിജെപി മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണ് അതിന്റെ വരുമാനം കാര്യങ്ങളെന്ന് അറിയാം. എവിടുന്നാണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കും, നോ ഇഷ്യൂ. നോക്കൂ, പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ പബ്ലിക് സ്ക്രൂട്ടിനി ചെയ്യാൻ കഴിയണം, പബ്ലിക് സ്ക്രൂട്ടിനി അതിൽ ആൻസർ ചെയ്യാൻ പറ്റണം, മറുപടി കൊടുക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഇതിലൊരു ആത്യന്തികമായിട്ട് ശരിക്കും ഈ പണമിടപാട് അതിനപ്പുറത്തേക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതായത് മെസ്സി വരുമെന്ന് മുൻ മന്ത്രിയടക്കം പറഞ്ഞ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ മെയിൽ അയച്ചതൊക്കെ പരിശോധിക്കുമ്പോൾ ആ മെയിൽ അയച്ച രീതികൾ തന്നെ വളരെ വിചിത്രമാണ്. മന്ത്രി വകുപ്പ് വഴിയല്ല, ഇതിന്റെ ഡീറ്റെയിൽസിനും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനല്ലാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം മുതൽ ഇന്ന് വരെ എനിക്കൊരു ശക്തമായ ഒരു അഭിപ്രായം, പാർട്ടിന്റെ അഭിപ്രായമാണ്. ഒരു മീഡിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ബയസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒപ്പീനിയൻ ഉണ്ടാവും, നിങ്ങൾക്ക് എജൻഡ ഉണ്ടാവും, അതെല്ലാം ഓക്കെ. പക്ഷേ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം ചേരാനോ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസും ഫണ്ടിങ് എടുക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. അത് അതൊരു നോൺ കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണ്. അത് ആരാണ് എന്നെ ടാർഗറ്റ് ചെയ്താലോ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാലോ അത് ആര് എഗെയിൻസ്റ്റ് പോയാലോ അതൊന്നും ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് കൃത്യമായി നിങ്ങൾ എഴുതി വെച്ചോളൂ. അത് വിചിത്രമാണോ വിചിത്രമല്ല എന്നല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല, ഇത് നിങ്ങളാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു പാർട്ടി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കോൺഗ്രസ് ഇവിടെ ഉള്ള കസറത്തും സർക്കസ് എല്ലാം ചെയ്യും, പക്ഷെ അവിടെ കുട്ടികൾ അവിടെ സമരം ചെയ്യുമ്പോൾ CM മുഖ്യമന്ത്രി അവരെ കാണാൻ തന്നെ തയ്യാറല്ല. എന്നിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്നു, 45 ദിവസം ഞങ്ങൾ പരിശോധിക്കുന്നു. അല്ല, ഇത് എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പിന്റെ മഹാരാജാവുമാരാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും പറയും. പക്ഷെ അവർക്ക് ഒരു ഫെർം ബിലീഫോ ഒരു കാഴ്ചപ്പാടോ യുവാക്കളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണോ അവരുടെ ഭാവിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനോ ഒരു താല്പര്യമില്ല. പോളിറ്റിക്സ് കണ്ടാൽ അത് പോയി പിടിക്കുക. ജൂലൈ 20-ാം തീയതി ഇവിടെ ഒരു യുവാക്കൾ വന്നു, പ്രശ്നം ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അത് പിടിച്ച് ഒരു പോളിറ്റിക്സ് അവസരമായിട്ട് കണ്ട്
ഓരോരോ പ്രചരണം നടത്തുക. പക്ഷെ അങ്ങനെ സിൻസിയർ ആണെങ്കിൽ ജാർഖണ്ഡിന്റെ ഇഷ്യൂനെ കുറിച്ച് എന്താണ് ഏറ്റവും വിദ്വാനായ രാഹുൽ ഗാന്ധി ഒന്നും പറയാത്തത്? ആ അത് ഓക്കെ, അത് വിടൂ. ആ അവിടെ പോയിട്ട് സമരം ചെയ്യണമല്ലോ. കേരളത്തിൽ എന്താണൊന്നും ചെയ്യാത്തത്, ഒന്നും പറയാത്തത്? അപ്പോ അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. ഈ കേരളത്തിൽ ഈ സമയത്ത് ഇപ്പൊ പ്രളയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര ഫണ്ട് കഴിഞ്ഞ് നമ്മളത്തെ ലിസ്റ്റിലൊക്കെ പെടുത്തി വരുന്നുണ്ട്. കൂടുതൽ കേന്ദ്ര ഫണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങള് പാർട്ടി ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങൾ മൊബിലൈസ് ചെയ്തു. വേറെ ഒരു പാർട്ടിയും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പാർട്ടി ആത്മാർത്ഥ പ്രവർത്തകർ മുഴുവൻ ഇറങ്ങി, നമ്മളുടെ അനൂപ് ആന്റണി അടക്കം എല്ലാവരും അവിടെ ജനങ്ങളെ സേവിക്കാൻ ഞങ്ങളുടെ എഫർട്ട് നടന്നിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത്, എന്ത് ചോദിച്ചു, എന്താണ് അവരുടെ റിക്വസ്റ്റ്, എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. വി ഡി സതീശനെതിരെ വരുന്ന പോസ്റ്ററുകളൊക്കെ മെറ്റ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നു. വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് അത്തരം നിർദ്ദേശം പോയി. ഇതിനെ എങ്ങനെയാണ് BJP ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്? എന്നോട് ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോസ്റ്റുകളും പ്രത്യേകിച്ച് ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന്റെ വീഡിയോകളും ഇത്തരത്തിൽ നീക്കം ചെയ്തിരുന്നു. മെറ്റാ പ്രതിനിധികളെ കേന്ദ്രവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടപടി ഉണ്ടാകുന്നത്. അപ്പൊ ഒരു മാധ്യമ സെൻസർഷിപ്പ് ആണ്. എന്താണ് നടന്നത് എനിക്കറിയില്ല. വീഡിയോ നീക്കം ചെയ്യപ്പെടുന്നു. ആരാണ് പറഞ്ഞത്? നിങ്ങൾ അത് പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ടാണോ? അങ്ങനെ റിപ്പോർട്ട് ആര് പറഞ്ഞു? എനിക്കറിയില്ല. ഞാൻ നോക്കൂ, ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അത് ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്നിട്ടുണ്ട്. മെറ്റ ആണോ ഇൻസ്റ്റ ആണോ ഗൂഗിൾ ആണോ ആരാണെങ്കിലും അവര് അക്കൗണ്ടബിൾ ആവണം. സാധാരണ ഇന്ത്യൻ ആണോ, പ്രധാനമന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ, പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ആണോ, പൊളിറ്റിക്കൽ റൂളിംഗ് പാർട്ടിയാണോ, അവരുടെ ആൽഗോറിതമിനെ കുറിച്ച് അവർ അക്കൗണ്ടബിൾ ആവണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാണ്. ഞാൻ ഇന്നും മാത്രമല്ല, 2018 മുതൽ ഞാൻ ചോദിക്കുന്ന വിഷയമാണ്. പക്ഷെ ഇത് ഒരു കളക്റ്റീവ് മൂവ്മെന്റ് ആയിട്ട് മാറിയില്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ഇതൊരു വിഷയമാണ്. ഇവരുടെ പവർ മെറ്റയുടെ പവറാണോ, ഗൂഗിളിന്റെ പവറാണോ, ഇൻസ്റ്റന്റെ പവറാണോ, ഈ കോണ്ടന്റ് താഴ്ത്താനും ആംപ്ലിഫൈ ചെയ്യാനും അവരുടെ ഈ അൺക്വസ്റ്റ്യൻഡ് പവർ, അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണമെന്ന് അത് ഞാൻ മന്ത്രിയാവുന്ന സമയത്ത് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പ് MP ആവുന്ന സമയത്ത് അഭിപ്രായം ഉണ്ട്. ഇന്നും ആ അഭിപ്രായമാണ്. അപ്പോൾ പ്രധാനമന്ത്രിന്റെ ഒരു വീഡിയോ മെറ്റ ഡിസലവ് ചെയ്തില്ലേ, മാറ്റിവെച്ചില്ലേ? അത് വലിയ ഇഷ്യൂ അല്ലേ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കുട്ടികളോട് പറയുന്ന ഒരു വീഡിയോ മെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാവരും അത് ആലോചിക്കണം. ഇത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? എന്ത് ആൽഗോറിതമിന്റെ ബേസിസിലാണ് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത്? അവർക്ക് നിയമപരമായ ഒരു അക്കൗണ്ടബിലിറ്റി സമയം ആയില്ലേ? അത് ആവശ്യമല്ലേ? അത് എനിക്ക് അതിൽ കുറച്ച് സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ട്. ഈ കേരളത്തിൽ ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് കണ്ട് തിരിമറി നടന്നു എന്നൊരു അന്തരീക്ഷം, ആരോപണം അത് ഞങ്ങൾ ആരും പറയുന്നില്ല. ഇതില് ചില നമ്മളുടെ മാധ്യമ സുഹൃത്ത് ഒരു ക്രിയേറ്റീവ് ജേർണലിസമിന്റെ പേരിൽ ചെയ്യുന്നു. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓഡിറ്റ് എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രചരണം നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ കൺവിക്ട് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിയുടെ പരിശോധന എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കുമ്മനം സമിതി അത് പരിശോധിക്കുന്നുണ്ടോ? നിങ്ങളല്ലേ ഉണ്ടാക്കിക്കോളൂ. അതിന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചോളൂ, അതിന്റെ ഉത്തരം നിങ്ങൾ കൊടുത്തോളൂ.